നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാചകവാതക സിലിണ്ടർ ക്ഷാമം. ഒറ്റപ്പാലം, പാലക്കാട്, ഷൊർണൂർ മേഖലകളിലെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സ്വകാര്യ ഏജൻസികൾ സിലിണ്ടറുകൾ ഇരട്ടി വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നതായും ഹോട്ടലുടമകൾ. ധാരാളം ചെറുകിട കച്ചവടക്കാരും പ്രതിസന്ധിയിൽ. ഷൊർണൂർ, കുളപ്പള്ളി മേഖലയിലും കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. നിയന്ത്രണം മാത്രമേ ഉള്ളൂവെന്ന് അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴാണ് പാചകവാതകമില്ലാതെ ഹോട്ടൽ മേല സ്തംഭിക്കുന്നതെന്നും ഹോട്ടലുടമകൾ. ഹോട്ടൽ ജീവനക്കാരും പ്രതിസന്ധിയിൽ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ പുതിയ നടപ്പാലം വരുന്നു. പുതിയ നടപ്പാലം നിർമ്മിക്കുക. 100 വർഷത്തിലധികം പഴക്കമുള്ള പഴയ നടപ്പാലം പൊളിച്ചു നീക്കിയ അതേ സ്ഥലത്താണ്. പുതിയ നടപ്പാലത്തിന് ലിഫ്റ്റ്, എസ്കലേറ്റർ, സ്റ്റെപ്പുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നിർമ്മാണം അടുത്ത ആഴ്ച ആരംഭിക്കാനാകുമെന്ന് റെയിൽവേ അധികൃതർ. ശുചിത്വ നഗരത്തിന്റെ നിത്യശാപമായി ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ. സെപ്റ്റി ടാങ്ക് നിറഞ്ഞ ശുചിമുറി മാലിന്യങ്ങൾ നിരത്തിലേക്ക് ഒഴുകുമ്പോഴും ആരോഗ്യവകുപ്പിന് അലസതെന്ന ആരോപണം. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വലിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നഗരസഭയ്ക്കാണ് ഈ ദുസ്ഥിതി എന്നും ആക്ഷേപം. നീതി തേടി ഒരു പിതാവ്. കുടുംബബന്ധം വേർപ്പെടുത്താനായി ഭർത്തൃ വീട്ടുകാർ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്നുണ്ടാക്കിയ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ അന്വേഷണം വേണമെന്ന് യുവതിയുടെ പിതാവ് അബ്ദുറഹ്മാൻ. ഭർത്തൃ വീട്ടുകാർക്ക് ബന്ധമുള്ള ആശുപത്രിയിൽ മെഡിക്കൽ എത്തിക്സ് മറന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നെന്നും ആശുപത്രിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്നും അബ്ദുറഹ്മാൻ. പോലീസ്, ആരോഗ്യമന്ത്രി, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഒരു മൊഴിയെടുക്കാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും അബ്ദുറഹ്മാൻ. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കാസർഗോഡ് സ്വദേശി 40 വയസ്സുള്ള അച്യുതാനന്ദ ഷേണായി. അങ്കമാലിയിലെ ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച അച്യുതാനന്ദ ഷേണായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാനില്ല. ഹോട്ടലുകൾ അടച്ചുപൂട്ടി തുടങ്ങി. നിയന്ത്രണം മാത്രമേയുള്ളൂവെന്ന് അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴാണ് പാചകവാതകമില്ലാതെ ഹോട്ടൽ മേഖല സ്തംഭിക്കുന്നതെന്നും ഹോട്ടലുടമകൾ പറയുന്നു. പാലക്കാട് ടൗൺ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് വാണിജ്യ സിലിണ്ടർ കിട്ടാത്തതിനാൽ ഹോട്ടൽ ഉടമകൾ നേരിടുന്നത്. ഇറാൻ-ഇസ്രായേൽ യുദ്ധം തുടരുന്നതാണ് പാചകവാതക ഉൽപ്പാദനത്തിലും വിതരണത്തിലും ക്ഷാമം നേരിട്ടത്. വാണിജ്യ ഗാർഹിക പാചകവാതകങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടും ഉപയോഗം കുറയ്ക്കാനായില്ല. ഗാർഹികവാതക ബുക്കിങ്ങിന് 45 ദിവസത്തെ പരിധി നിശ്ചയിക്കുകയും മറ്റുള്ളവർക്ക് മുൻഗണന ഏർപ്പെടുത്തിയപ്പോഴും ഹോട്ടൽ വ്യവസായത്തെ പരിഗണിച്ചില്ല. ഇതോടെയാണ് ഹോട്ടൽ വ്യവസായം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത്. ആവശ്യത്തിന് പാചകവാതകം ലഭിച്ചിരുന്നതുകൊണ്ട് മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതും ഹോട്ടൽ ഉടമകൾക്ക് വിനയായി. വിറകടുപ്പ് ഉപയോഗിച്ചാലും വില വർദ്ധിച്ചാലും പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് ഉടമകളുടെ പക്ഷം. ഗുണനിലവാര വിശ്വാസ്യതയും വിലക്കുറവുമുള്ള സഹകരണ സ്ഥാപനമായ ഇന്ത്യൻ കോഫി ഹൗസുകളെയും പാചകവാതക ലഭ്യത കുറവ് ഗുരുതരമായി ബാധിച്ചു. ദിനവും 5 കുറ്റി വേണ്ടിടത്ത് 2 ദിവസങ്ങളായി കിട്ടുന്നില്ല. ലോഡ് വന്നിട്ടില്ലെന്നാണ് വിതരണക്കാർ പറയുന്നതെന്നും കോഫി ഹൗസ് മാനേജർ പറഞ്ഞു. സർക്കാർ തലങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും കൂടിയാലോചനകളും പ്രസ്താവനകളുമല്ലാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെന്നും ഹോട്ടൽ ഉടമകൾ ആരോപിക്കുന്നു. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഹോട്ടൽ വ്യവസായം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയതോടെ ദിവസ വേതനക്കാരായ 100 കണക്കിന് പേരാണ് ദുരിതത്തിലായത്. എന്നാൽ ഈ കഴിഞ്ഞ ശരിക്കും പറയുകയാണെങ്കിൽ 2 ദിവസമായിട്ട് ഭയങ്കര ടൈറ്റാണ്. അതിലിപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്ന ഏജൻസികളാണ്. അവർക്ക് ലോഡ് വന്നില്ല. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഒരു പ്രശ്നമില്ല, കൃത്യമായിട്ട് ഞങ്ങൾ എന്തായാലും ഇന്ത്യൻ കോഫി ഹൗസിന് ബ്ലോക്ക് വരുത്തില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ അവർ കൃത്യമായി ചെയ്തുവെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അവർ ഇല്ല, ലോഡ് വന്നിട്ടില്ല, വന്നതിന് ശേഷം ആലോചിക്കാണ്. നിരന്തരം വീണ്ടും തുറന്ന് വിളിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് വന്നിട്ടില്ല, വന്നാൽ ഞങ്ങളെ തിരിച്ചു വിളിക്കുക, വേറൊരു രക്ഷയില്ല. അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ ഞങ്ങൾക്ക് തൽക്കാലം ഈ ചായ, കാപ്പി, നെയ് റോസ്റ്റ്, മസാല ദോശ പോലുള്ള ഈ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫേവറേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരെ ആകർഷിച്ച് വരുന്ന അവയെ നിർത്തിക്കൊണ്ട് ആ ഗ്യാസിൽ ജനങ്ങൾക്ക് പട്ടിണിയാകാതെ പോകണമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ചോറ്, ബിരിയാണി അതുപോലുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു തടസ്സമില്ലാതെ നടന്നു പോകുമെങ്കിലും നാളത്തെ കാര്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാചകവാതക സിലിണ്ടറുകൾ ക്ഷാമം രൂക്ഷമായതോടെ ഒറ്റപ്പാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും 100-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. സ്വകാര്യ ഏജൻസികൾ സിലിണ്ടറുകൾ ഇരട്ടി വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നതായും ഹോട്ടൽ ഉടമകൾ ആരോപിക്കുന്നു. ധാരാളം ചെറുകിട കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നും അധികൃതർ ഇടപെടണമെന്നും ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെട്ടു. പാചകവാത സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വ്യാപാരികൾ.
ഷൊർണൂർ മുതൽ ഒറ്റപ്പാലം വരെയുള്ള ഹോട്ടലുകളും അമ്പലപ്പാറ, വാണിയംകുളം, കോതകൃഷി മേഖലയിലുള്ള ഹോട്ടലുകളും ഉൾപ്പെടുന്ന ഒറ്റപ്പാലം യൂണിറ്റിന്റെ കീഴിൽ മാത്രം 100-ലധികം ലൈസൻസുള്ള ഹോട്ടലുകളാണ് ഉള്ളത്. ഇതുകൂടാതെ ധാരാളം ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും ഇതേ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പാചകവാത സിലിണ്ടറിന്റെ ക്ഷാമം ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കും. കിലോയ്ക്ക് 92-93 രൂപ മാത്രം വില വരുന്ന ഗ്യാസ് സ്വകാര്യ ഏജൻസികൾ ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇതിനെതിരെ നടപടി വേണമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒറ്റപ്പാലം ഭാരവാഹികളായ എം സദാശിവൻ, പി ഇസ്മായിൽ, TR ജോഷ്, ഷബീർ അലി എന്നിവർ ആവശ്യപ്പെട്ടു. അധിക വില ഈടാക്കി കരിചന്ത കമ്പനിക്കാർ അധിക വില ഈടാക്കിയിട്ടാണ് ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങൾക്കും ഗ്യാസ് നൽകുന്നത്. അതായത് 92-93 രൂപ ഒരു കിലോ ഗ്യാസിന് ഉണ്ടാവുന്ന ഈ സാഹചര്യത്തിൽ 165-170 രൂപയാണ് ഒരു കിലോ ഗ്യാസിന് മേടിക്കുന്നത്. ഇന്ന് 200 രൂപയാണ് ഒരു കിലോ ഗ്യാസിന് മേടിക്കുന്നത്. അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ 19 കിലോ ഗ്യാസ് ഫില്ല് ചെയ്യാൻ 1800-1900 രൂപ വരുന്ന സാഹചര്യം, ഒരു ഗ്യാസ് ഫില്ല് ചെയ്യാൻ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഡബിൾക്ക് 3000-4000 രൂപ, 3800-4000 രൂപ കൊടുത്തിട്ടാണ് ഈ ഹോട്ടൽ ഉടമകൾ ഇന്ന് ഗ്യാസ് മേടിക്കുന്നത്. ഞങ്ങളുടെ ഈ വ്യാപാര മേഖല, ഈ വ്യവസായം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾക്ക് വില കൂട്ടാനും പറ്റുന്നില്ല. വില കൂട്ടിക്കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ചിന്തിച്ചിട്ടും, അതായതുള്ള അവരുടെ സംസാര വിഷയങ്ങൾ എന്തൊക്കെ ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ളൊരു സാഹചര്യം മനസ്സിലാക്കിയിട്ടുമാണ് ഹോട്ടൽ ഉടമകൾ ഇന്നേ വരെയും വില കൂട്ടാണ്ട് ഇരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗ്യാസ് സിലിണ്ടറുടെ ക്ഷാമം വർദ്ധിച്ചതോടെ ഷൊർണൂർ കുളപ്പള്ളി മേഖലയിൽ കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. ബുക്കിംഗ് ചെയ്തിട്ടും ആവശ്യത്തിന് സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യത്തിലാണ് പ്രവർത്തിക്കാൻ കഴിയാതെ കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടിലേക്ക് നീങ്ങിയത്. പാചകത്തിനായി സിലിണ്ടറുകൾ കിട്ടാത്തതോടെ കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന കൂൾ ആൻഡ് ഫ്രഷ് ഹോട്ടൽ ആദ്യം അടച്ചുപൂട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വെള്ളിയാഴ്ച കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലാണ് വെള്ളിയാഴ്ച മുതൽക്ക് അടച്ചുപൂട്ടിയത്. ബുക്കിംഗ് ചെയ്തിട്ടും ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാതെ വന്നതോടെയാണ് പ്രവർത്തിക്കാൻ കഴിയാതെ ഹോട്ടൽ അടച്ചുപൂട്ടിയത്. ഇതിനു പുറമെ കുളപ്പള്ളി JTSന് സമീപമുള്ള ആര്യഭവൻ ഹോട്ടലും ഇന്ന് അടച്ചുപൂട്ടിയ നിലയിലാണ്. കാർമൽ സ്കൂളിന് സമീപമുള്ള ചില ഹോട്ടലുകളും അടച്ചുപൂട്ടിയതായാണ് വിവരം. ഇനിയും ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടിയില്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തും. ഈ മേഖലയിലെ കച്ചവടക്കാരും ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 100 വർഷത്തിലധികം പഴക്കമുള്ള നടപ്പാലം പൊളിച്ചു നീക്കിയ അതേ സ്ഥലത്ത് പുതിയ നടപ്പാലം വരുന്നു. ഇതിനായി സാങ്കേതിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. ലിഫ്റ്റ്, എക്സലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യത്തോടുകൂടി എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് പുതിയ നടപ്പാലം നിർമ്മിക്കുക. അടുത്ത ആഴ്ച നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലമുണ്ടായിരുന്നു. എന്നാൽ ഈ കാണുന്ന ഭാഗത്തെ ആ നടപ്പാലമില്ല. ഓരോ പ്ലാറ്റ്ഫോമുകളിലേക്കും യാത്രക്കാർക്ക് പോകാനും യാത്രക്കാർക്ക് പുറത്തേക്ക് വരാനും ഉപയോഗിച്ചിരുന്ന ആ പഴയ നടപ്പാലമാണ് 3 മാസങ്ങൾക്ക് മുൻപ് പൊളിച്ചു കളഞ്ഞത്. സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. 100 വർഷത്തിലധികം പഴക്കമുള്ളതിനാലാണ് റെയിൽവേ ആ നടപ്പാലം പൊളിച്ചു നീക്കിയത്. അന്ന് 2 വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചായിരുന്നു പാലം നീക്കം ചെയ്ത്. പഴയ നടപ്പാലം പൊളിച്ച അതേ സ്ഥാനത്ത് തന്നെയാണ് പുതിയ നടപ്പാലവും നിർമ്മിക്കാനൊരുങ്ങുന്നത്. ഇതിൻ്റെ സാങ്കേതിക അനുമതി ലഭിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ സാങ്കേതിക അനുമതി ലഭിച്ചു കഴിഞ്ഞതായാണ് അധികൃതർ പറയുന്നത്. എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ചു തന്നെയാണ് പുതിയ നടപ്പാലം നിർമ്മിക്കുക. സ്റ്റെപ്പുകൾ, ലിഫ്റ്റ്, എസ്കലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മിക്കുക. കൂടാതെ തെക്കേ റോഡ് ഭാഗത്തേക്ക് യാത്രക്കാർക്ക് കടക്കാനും സൗകര്യം ഒരുക്കുന്നുണ്ട്. റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഭാഗത്തായി നിലവിൽ ഒരു നടപ്പാലമുണ്ട്. പഴയ നടപ്പാലം പൊളിച്ചെടുത്ത് പുതിയ നടപ്പാലം വരുന്നതോടുകൂടി യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാകും. സാങ്കേതിക അനുമതി ലഭിച്ച സാഹചര്യത്തിൽ അടുത്ത ആഴ്ച തന്നെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ STVയോട് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശുചിത്വ നഗരത്തിൻ്റെ നിത്യശാപമായി ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ. സെപ്റ്റി ടാങ്ക് നിറഞ്ഞ ശുചിമുറി മാലിന്യങ്ങൾ നിരത്തിലേക്ക് ഒഴുകുമ്പോഴും ആരോഗ്യ വിഭാഗം അലസതയിലാണ്. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വലിയ പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടിയ നഗരസഭയിലാണ് ഈ
ഒരു ദുസ്ഥിതി. ഒരു റിപ്പോർട്ടിലേക്ക്. കക്കൂസ് മാലിന്യങ്ങൾ പരന്നൊഴുകുന്നത് ബസ് സ്റ്റാൻഡ് യാർഡിലേക്ക്. ശുചിത്വ നഗരത്തിൻ്റെ ഈ മൂലയിൽ അസഹ്യമായ ദുർഗന്ധം. വലഞ്ഞുപോയി യാത്രക്കാർ. സമീപത്തെ വ്യാപാരികളും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വലിയ പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടിയ നഗരസഭയിലാണ് ഈ ദുസ്ഥിതി. കംഫർട്ട് സ്റ്റേഷൻ പലപ്പോഴും അടച്ചിടേണ്ട സ്ഥിതിയാണ്. ഭരണാധികാരികളെ കാര്യം ധരിപ്പിക്കുമ്പോൾ ആരോഗ്യവകുപ്പിനെ പഴിച്ച് ജനപ്രതിനിധികൾ കൈമലർത്തുന്നതായി ആക്ഷേപമുണ്ട്. നഗരസഭ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷന്റെ പോരായ്മകളും പരിമിതികളെയും സംബന്ധിച്ച ആക്ഷേപം ഒരു പുതുമയല്ല. പല പാഴ്പ്രവർത്തനങ്ങൾക്കുമായി നഗരസഭ മുടക്കിയ ഫണ്ടിൻ്റെ ഒരംശം മതിയായിരുന്നു ഇവിടെ ശുചിത്വപൂർണ്ണവും മികവുറ്റതുമായ ഒരു ആധുനിക ശൗചാലയം ഒരുക്കാൻ. വൃത്തിയുടെ വീമ്പിളക്കുന്നവർ ഇനിയെങ്കിലും ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. നഗര ഉദ്യാനവൽക്കരണത്തിനേക്കാൾ പ്രധാനമാണ് ദുർഗന്ധവും കൊതുകും കൂത്താടിയുമില്ലാത്ത നഗരസൃഷ്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി 40 വയസ്സുള്ള അച്യുതാനന്ദ ഷേണായിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10:30 ചാലക്കുടി പുഴ റെയിൽവേ പാലത്തിൽ വെച്ച് വേണാട് എക്സ്പ്രസിൽ നിന്നാണ് ഇയാൾ പുഴയിലേക്ക് വീണത്. അങ്കമാലിയിലെ ബാങ്ക് ജീവനക്കാരനാണ് ഇദ്ദേഹം. വീണ ആളുടെ ഫോൺ ട്രെയിനിൽ നിന്നും കണ്ടെത്തിയതോടെയാണ് ആളെ തിരിച്ചറിയാനായത്. നീതി തേടി ഒരു പിതാവ്. കുടുംബബന്ധം വേർപ്പെടുത്താനായി ഭർത്ത് വീട്ടുകാർ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്നുണ്ടാക്കിയ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ അന്വേഷണം വേണമെന്ന് യുവതിയുടെ പിതാവായ പത്തിരിപ്പാല സ്വദേശി അബ്ദുറഹ്മാൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭർത്ത് വീട്ടുകാർക്ക് ബന്ധമുള്ള ആശുപത്രിയിൽ മെഡിക്കൽ എത്തിക്സ് മറന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരുന്നെന്നും ആശുപത്രിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്നും അബ്ദുറഹ്മാൻ പറയുന്നു. പോലീസ്, ആരോഗ്യവകുപ്പ് മന്ത്രി, വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും ഒരു മൊഴി പോലും എടുക്കാൻ ആരും തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ ആശുപത്രി അധികൃതർക്ക് വ്യക്തമായ ഉത്തരം തരാൻ കഴിഞ്ഞില്ലെന്നും അബ്ദുൾ റഹ്മാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അബ്ദുൾ റഹ്മാന്റെ രണ്ടാമത്തെ മകൾ ആഷിഫയെ പട്ടാമ്പി കൊപ്പം സ്വദേശിക്ക് 22/3/2015 വിവാഹം ചെയ്തു കൊടുത്തത്. ഒരു വർഷം സംഗമമായി പോയ ബന്ധം കുഞ്ഞു പിറന്നതോടെ താളം തെറ്റി. മകൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തതോടെ മകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ജില്ലാ ആശുപത്രിയിൽ രോഗപരിശോധന നടത്താമെന്നേറ്റെങ്കിലും ഭർത്തൃ വീട്ടുകാരുടെ നിർബന്ധത്തിൽ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഭർത്തൃ വീട്ടുകാർക്ക് ബന്ധമുള്ള ആശുപത്രിയിൽ മെഡിക്കൽ എത്തിക്സ് മറന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. സർട്ടിഫിക്കറ്റുകൾ പള്ളികളിലും നൽകിയതിനു ശേഷം 9/1/2026 10/2/26 കത്തിലൂടെ തലാഖ് ചൊല്ലി. ഇത് മുസ്ലിം മത നിയമങ്ങൾക്കെതിരാണ്. അവാസ്തവമായ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ്, ആരോഗ്യമന്ത്രി, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും മൊഴിയെടുക്കാൻ പോലും ആരും എത്തിയില്ലെന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ആ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുക കാരണം കൊണ്ട് ഞാൻ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സ നടത്താനാണ് എൻ്റെ ഭാര്യയോട് പറഞ്ഞത്. അന്നേരം ഞാൻ ഇവിടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ജോലിപരമായിട്ട് ബോംബെയിലായിരുന്നു. ഞാനൊരു ലോറി ഡ്രൈവറാണ്. ഭർത്താവ് അന്നേരം മറ്റേ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത് കുട്ടിയെ PK ദാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കാരണം PK ദാസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ്റെ വാപ്പാക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഈ ചെക്കൻ്റെ വാപ്പ 2018 മുതൽ എൻ്റെ ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് മുഖാന്തരം ആയിട്ടുള്ളൊരു കല്യാണമാണ്. അവർ വളരെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജീവിതം നയിക്കുന്ന ആൾക്കാരും ഞാൻ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ കുട്ടീനെ, അതായത് ഇസ്ലാം നിയമപ്രകാരം തൊലാക്ക് ചെല്ലണമെങ്കിൽ നീതിമാനായ 2 പേരുടെ മുമ്പിൽ വെച്ചിട്ട് സത്യസന്ധമായിട്ട് ആ കാരണം ബോധിപ്പിച്ചിട്ടാണ് തൊലാക്ക് ചെല്ലാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളെ സുപ്രീം കോടതിൻ്റെ വിധിയൊക്കെ ഞാൻ ഇതിനോട് സംബന്ധിച്ചിട്ട് എല്ലായിടത്തും നിയമപരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ മങ്കര പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം കലർത്തി പാഴാക്കി കളഞ്ഞെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA. മങ്കര പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കാൻ മടി തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും മങ്കര പഞ്ചായത്തിൽ മുടങ്ങിയ പല വികസനങ്ങളും മറ്റു പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയെന്നും MLA പറഞ്ഞു. മങ്കരയിൽ നടന്ന വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ താഴെത്തട്ടിൽ വരെ MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെ മങ്കരയിൽ കഴിഞ്ഞ ഭരണസമിതി പാഴാക്കി കളഞ്ഞെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ആരോപിച്ചു. മങ്കരയിൽ നടന്ന വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സ്വകാര്യ വ്യക്തി ദാനമായി നൽകിയ കുളം 1 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നതുൾപ്പെടെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിലും രാഷ്ട്രീയ പകപോക്കൽ മറയാക്കി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയില്ലെന്ന് MLA പറഞ്ഞു. പല ഘട്ടങ്ങളിലും മങ്കരയ്ക്ക് ഫണ്ട് അനുവദിക്കാൻ മടി തോന്നിയ സാഹചര്യമുണ്ടായിട്ടുണ്ടെന്നും മങ്കരയിൽ മുടങ്ങിയ പല വികസന പ്രവർത്തനങ്ങളും മറ്റു പഞ്ചായത്തുകളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞെന്നും MLA തുടർന്ന് പറഞ്ഞു.
പൂലോടി മഞ്ഞക്കര റോഡ് 20 ലക്ഷം, കൊടയമ്പാടം കനാൽ റോഡ് 20 ലക്ഷം എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓട്ട് കമ്പനി ദേവികല സമിതി കനാൽ റോഡ് 10 ലക്ഷം, നെല്ലിക്കാട് മുല്ലപ്പള്ളി കരിയാട്ട് പറമ്പ് റോഡ് 15 ലക്ഷം, കോട്ടക്കുന്ന് റോഡ് 15 ലക്ഷം, താമ്പളം റെയിൽവേ സ്റ്റേഷൻ റോഡ് നടപ്പാറ 30 ലക്ഷം, കോട്ട മുതൽ റോഡ് മുതൽ കൊല്ലത്തുംപാടം വരെ 10 ലക്ഷം. ഇത് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ പരിയാശ്ശേരി പരക്കൽപ്പുറം താഴെ റോഡ് 3 ലക്ഷം ചെറിയ ചെറിയ പദ്ധതികളാണ്. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി ER ശശി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുറഹ്മാൻ, CK ചെന്താമരാക്ഷൻ, OM മോഹൻരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിൻസി, പഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ, R ശാലിനി, MV കൃഷ്ണദാസ്, K ഉമാദേവി, K സുനിത, R ശ്രീലക്ഷ്മി, KM സൈബുനിസ, K ആസിയ ഹമീദ്, MK ശ്രീജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുണമേന്മയുള്ളതും അളവ് തൂക്കത്തിൽ വ്യത്യാസമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ അവകാശമാണെന്ന് ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് വിനയ് മേനോൻ പറഞ്ഞു. ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ധാർമ്മികത സർക്കാരിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക ഉപഭോക്തൃ ദിനാചരണം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിൽ കേരള വാട്ടർ അതോറിറ്റിക്കെതിരെ ഒരു കേസ് വന്നാൽ നമുക്ക് കാണാൻ പറ്റുക, ഇത്രയും വർഷങ്ങൾ അവർ സപ്ലൈ ചെയ്ത വെള്ളം നമ്മൾ ഉപഭോഗം ചെയ്തു, അതല്ല, പക്ഷേ ഇവരെ മുഴുവൻ തെളിവാങ്ങിയിട്ട് ഒരു വരിക. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാനൊരു നല്ല വസ്ത്രം ഒരു കടയിൽ നിന്ന് മേടിച്ച് ധരിക്കുന്നു, 10 പ്രാവശ്യം പോയി ധരിച്ചാൽ 11ാമത്തെ പ്രാവശ്യം അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് കുറ്റമായി നമ്മുടെ ഹൃദയത്തിനുള്ളിലെ വേദനയായി. ഈ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലാതെ പ്രാഗ്മാറ്റിസം, അതായത് ഞാൻ വാങ്ങിക്കുന്നു, ഞാൻ വസ്തുവകകൾ വാങ്ങിക്കുന്നു, ഐ എം എ കൺസ്യൂമർ, ഇവർക്കൊരു തെറ്റ് പറ്റി 90% കേസുകളും മാന്യമായ വാഗ്ദാനത്തിലൂടെയും ഇടപഴകലുകളിലൂടെയും നമുക്ക് we can solve the problems. സേഫ് പ്രോഡക്റ്റ് കോൺഫിഡൻറ്റ് കൺസ്യൂമർ എന്ന ആശയത്തിലാണ് ഈ വർഷത്തെ ഉപഭോക്തൃ ദിനാചരണം. മനുഷ്യരിൽ ആത്മവിശ്വാസവും ആരോഗ്യം നൽകുന്നതിൽ ഭക്ഷണത്തിന് പങ്കുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെയും ഭക്ഷണ വിതരണത്തിൻ്റെയും വേണ്ടത്ര പരിശോധന നടക്കുന്നില്ല. മനുഷ്യ ശരീരത്തിനും സമൂഹത്തിനും ഹാനികരമല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനുള്ള കീഴ്വഴക്കം ഉണ്ടാക്കിയെടുക്കേണ്ടത് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ബാധ്യതയാണ്. ഉപഭോക്തൃ മേഖല കളങ്കിതപ്പെടാതിരിക്കാൻ സമൂഹത്തിൽ നിരന്തര ഇടപെടൽ വേണമെന്നും വിനയ് മേനോൻ പറഞ്ഞു. എയിംസ് കോളേജ് ചെയർമാൻ രാംലാൽ CB അധ്യക്ഷത വഹിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ നയന ലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. ഉപഭോക്തൃ സുരക്ഷണ സമിതി പ്രസിഡന്റ് K ശിവദാസ്, സുന്ദര കാക്കാത്തറ, അമ്പിളി TR എന്നിവർ സംസാരിച്ചു. സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്ന വിഷയം ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് K ജയകുമാർ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാനസിക സംഘർഷം വിദ്യാഭ്യാസം ലക്ഷ്യം കാണുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിജ്ഞാനത്തിനൊപ്പം വിനോദത്തിൻ്റെയും കേന്ദ്രമായി വിദ്യാലയ അന്തരീക്ഷം മാറണമെന്നും MLA പറഞ്ഞു. MLA ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മോയൻ LP സ്കൂളിൽ നിർമ്മിച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരക്കും മാനസിക സംഘർഷവും മനുഷ്യരെ പുറകോട്ടടിക്കുകയാണ്. പിരിമുറുക്കവും മാനസിക സംഘർഷങ്ങളും ഇല്ലാതെ ജീവിക്കാൻ പ്രാപ്തമാക്കൽ കൂടിയാണ് വിദ്യാഭ്യാസം. എഴുത്തും വായനയും കൂടാതെ അറിഞ്ഞും ആനന്ദിച്ചും വളരാൻ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കഴിയണം. പാർക്കുകൾ സഹവർത്തിത്വം ശക്തിപ്പെടുത്തും, പങ്കുവയ്ക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പ്രേരിപ്പിക്കും. ഇത് കുട്ടികളിൽ സാമൂഹ്യ ബോധമുണ്ടാക്കാനാകുമെന്നും MLA പറഞ്ഞു. അപ്പോൾ ഈ പാർക്കിന് വേണ്ടി ഫണ്ട് അനുവദിച്ച ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാടിൻ്റെ മുൻ MLA ശ്രീ ഷാഫി പറമ്പലിനോടുള്ള നന്ദി നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഞാൻ MLA ആയതിനു ശേഷം എന്നോട് ആവശ്യപ്പെട്ടത് സ്കൂളിൻ്റെ ബസ്സിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ ഫണ്ട് അനുവദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിരവധി നിയമ തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നിയമ തടസ്സങ്ങളെല്ലാം ഓരോ ദിവസമായി നിങ്ങളും നമ്മളും എല്ലാം ചേർന്നിട്ടുള്ള ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അതിനെ മാറ്റി. എന്തായാലും ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പോവുക പുതിയ സ്കൂൾ ബസ്സിലായിരിക്കുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. വാർഡ് കൗൺസിലർ റുസ്വാന അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു, HM ഇൻചാർജ് മഞ്ജു, AEO രമേശ് പാറപ്പുറത്ത്, PT പ്രസിഡന്റ് ദിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരരംഗത്തേക്ക് ചുവരെഴുതി ആവേശം പകർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയ സുരേഷ് ഗോപി BJP ചിഹ്നമായ താമരയ്ക്ക് നിറം നൽകിയായിരുന്നു തുടക്കം. തുടർന്ന് മലമ്പുഴ മണ്ഡലത്തിലെ കാടാങ്കോടും അദ്ദേഹം ചുവരെഴുത്ത് നടത്തി. ജില്ലയിൽ ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാട്, മലമ്പുഴ നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് സുരേഷ് ഗോപി പ്രചരണം നടത്തിയത്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, മുനിസിപ്പൽ ചെയർമാൻ P. സ്മിതേഷ്, മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഹാകവി വള്ളത്തോളിൻ്റെ ചരമദിനവും കലാമണ്ഡലം കഥകളി വടക്കൻ കളരി മേധാവി കലാമണ്ഡലം മുരുകൻ എഴുതിയ ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിൻ്റെയും പ്രകാശനവും കലാമണ്ഡലം നില ക്യാമ്പസിൽ നടന്നു. ചടങ്ങിൽ മഹാകവി വള്ളത്തോളിൻ്റെ പേരമകൻ പരേതനായ ശശിധരൻ്റെ സഹധർമ്മിണി സുധാ ശശിധരൻ കലാമണ്ഡലത്തിലേക്ക് മഹാകവിയുടെ 60 പുസ്തകങ്ങൾ കൈമാറൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു. രാവിലെ മഹാകവി വള്ളത്തോളിൻ്റെ സമാധിയിൽ ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചനയും നടത്തിയ ശേഷം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ, നില ക്യാമ്പസ് മുൻ ഡയറക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു. കലാമണ്ഡലം പേരമകൻ 30 ഇംഗ്ലീഷ് പുസ്തകങ്ങളും 30 മലയാളം പുസ്തകങ്ങളും അടങ്ങുന്ന പുസ്തകങ്ങൾ കലാമണ്ഡലം ഭരണസമിതി അംഗവും മഹാകവിയുടെ പേരമകനുമായ രവീന്ദ്രനാഥ് വള്ളത്തോൾ വൈസ് ചാൻസലർക്ക് നൽകി. ചടങ്ങിൽ ഹസ്തലക്ഷണ ദീപിക എന്ന പുസ്തകം എഴുതാനും മറ്റു സഹായങ്ങളും ചെയ്ത കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠൻ, കലാമണ്ഡലം ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക സിലിണ്ടർ ക്ഷാമം. ഒറ്റപ്പാലം, പാലക്കാട്, ഷൊർണൂർ മേഖലകളിലെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സ്വകാര്യ ഏജൻസികൾ സിലിണ്ടറുകൾ ഇരട്ടി വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നതായും ഹോട്ടലുടമകൾ. ധാരാളം ചെറുകിട കച്ചവടക്കാരും പ്രതിസന്ധിയിൽ. ഷൊർണൂർ, കുളപ്പള്ളി മേഖലയിലും കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. നിയന്ത്രണം മാത്രമേ ഉള്ളൂവെന്ന് അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴാണ് പാചകവാതകമില്ലാതെ ഹോട്ടൽ മേല സ്തംഭിക്കുന്നതെന്നും ഹോട്ടലുടമകൾ. ഹോട്ടൽ ജീവനക്കാരും പ്രതിസന്ധിയിൽ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ പുതിയ നടപ്പാലം വരുന്നു. പുതിയ നടപ്പാലം നിർമ്മിക്കുക. 100 വർഷത്തിലധികം പഴക്കമുള്ള പഴയ നടപ്പാലം പൊളിച്ചു നീക്കിയ അതേ സ്ഥലത്താണ്. പുതിയ നടപ്പാലത്തിന് ലിഫ്റ്റ്, എസ്കലേറ്റർ, സ്റ്റെപ്പുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നിർമ്മാണം അടുത്ത ആഴ്ച ആരംഭിക്കാനാകുമെന്ന് റെയിൽവേ അധികൃതർ. ശുചിത്വ നഗരത്തിന്റെ നിത്യശാപമായി ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ. സെപ്റ്റി ടാങ്ക് നിറഞ്ഞ ശുചിമുറി മാലിന്യങ്ങൾ നിരത്തിലേക്ക് ഒഴുകുമ്പോഴും ആരോഗ്യവകുപ്പിന് അലസതെന്ന ആരോപണം. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വലിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നഗരസഭയ്ക്കാണ് ഈ ദുസ്ഥിതി എന്നും ആക്ഷേപം. നീതി തേടി ഒരു പിതാവ്. കുടുംബബന്ധം വേർപ്പെടുത്താനായി ഭർത്തൃ വീട്ടുകാർ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്നുണ്ടാക്കിയ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ അന്വേഷണം വേണമെന്ന് യുവതിയുടെ പിതാവ് അബ്ദുറഹ്മാൻ. ഭർത്തൃ വീട്ടുകാർക്ക് ബന്ധമുള്ള ആശുപത്രിയിൽ മെഡിക്കൽ എത്തിക്സ് മറന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നെന്നും ആശുപത്രിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്നും അബ്ദുറഹ്മാൻ. പോലീസ്, ആരോഗ്യമന്ത്രി, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഒരു മൊഴിയെടുക്കാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും അബ്ദുറഹ്മാൻ. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കാസർഗോഡ് സ്വദേശി 40 വയസ്സുള്ള അച്യുതാനന്ദ ഷേണായി. അങ്കമാലിയിലെ ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച അച്യുതാനന്ദ ഷേണായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുക. നന്ദി, നമസ്കാരം.